മഴക്കാലത്ത് വ്യത്യസ്ത ഭാവങ്ങളാണ് നമുക്ക് അനുഭവേദ്യമാകുക. ഒന്ന് നമ്മളിപ്പോൾ കണ്ടതുപോലെ മഴയുടെ ഒരു സുന്ദരമുഖം, മറ്റൊന്ന് മഴയുടെ രൗദ്രഭാവമാണ്. മഴ അങ്ങനെ തിമിർത്തു പെയ്താൽ നാട് കെടുതിയിലാകും, വെള്ളക്കെട്ട് രൂക്ഷമാകും, ആളുകൾ ദുരിതത്തിലാകും. അവിടെ രക്ഷാപ്രവർത്തനം വേണ്ടിവരും. രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഓടിയെത്തുന്നത് കേരളത്തിൽ അഗ്നിരക്ഷാസേനയാണ്. തുടർന്ന് ദേശീയ ദുരന്ത പ്രതികരണ സേനയും മറ്റു സന്നദ്ധ സംഘടനകളും ഒക്കെ രംഗത്തിറങ്ങും. പക്ഷെ ആദ്യം എത്തുന്നത് ഫയർഫോഴ്സാണ്. ഞാനത് പറയാനൊരു കാരണമുണ്ട്. മുൻപൊരു പ്രളയകാലത്തെ ഒരു അനുഭവം. എന്നെ ഒരു ഉച്ച സമയത്ത്, കനത്ത മഴ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ഉച്ച സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത്. ആ ചേച്ചി എന്നോട് പൊട്ടിക്കരയുകയായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വേഷം നമുക്കറിയാം. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് അവരുടെ യൂണിഫോം ഓറഞ്ച് നിറത്തിലുള്ള, പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാനാകുന്ന വിധം ഓറഞ്ച് നിറത്തിലുള്ള യൂണിഫോം ആയിരിക്കും. പക്ഷേ ആ ദിവസങ്ങളിലുടനീളം മാധ്യമങ്ങൾ ആ വേഷം ധരിച്ചവർ NDRF സേനയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, ഫയർഫോഴ്സിനെ വിസ്മരിച്ചുകൊണ്ട് വാർത്ത നൽകുന്നു എന്നതായിരുന്നു ആ ചേച്ചിയുടെ പരാതി. ആ ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടി മാത്രമായിരുന്നില്ല അവർ കരഞ്ഞത്, ഒരു സേനയ്ക്ക് ഒന്നാകെ വേണ്ടിയിട്ടായിരുന്നു ആ കണ്ണുനീരെന്നാണ് എനിക്കന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ആദ്യം കേരള ഫയർഫോഴ്സിനുള്ള ആദരമാണ്. കാരണം ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിച്ച ജില്ലകളിലൊന്ന് കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അഗ്നിരക്ഷാസേന നടത്തിയ ഇടപെടൽ ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ അടുത്തു നിന്ന് അറിഞ്ഞിട്ടുണ്ട്. ടോബി ജോൺസൺ അങ്ങനെ നടത്തിയ ഒരു സ്പെഷ്യൽ റൈഡിംഗ് റിപ്പോർട്ടറിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഒരു ദുരന്തമുണ്ടായാൽ മലയാളികൾക്ക് വേണ്ടി ആദ്യം ഓടിയെത്തുന്ന സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. ഈ മഴക്കാലത്തും 24 മണിക്കൂറും അവർ നമുക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ്. അവർക്കൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സാറേ, ഇതിപ്പോ തിരുവാർപ്പ് ഭാഗത്തോട്ടാണ്. തിരുവാർപ്പ് ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു രോഗിയുണ്ടെന്ന് സ്റ്റേഷനിൽ അറിയിച്ച് അത് പ്രകാരം ഞങ്ങളൊരു ടീം അങ്ങനെ പോവുകയാണ്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 7 പേരോളം ഉണ്ട്. അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നിരവധി ആളുകളെയാണ് ഓരോ ദിവസവും, അതായത് കഴിഞ്ഞ 5 ദിവസമായി ഇങ്ങനെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രായം ചെന്ന 2 പേരെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് ഫയർഫോഴ്സ് സംഘം എത്തിയത്. അവരെ ഇപ്പോൾ റെസ്ക്യൂ ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ തിരുവാർപ്പിൽ നിന്നും ആളുകളെ രക്ഷിച്ച് ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ അവരുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ കൊണ്ടുവന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ജോലികളാണ്. അതിനുവേണ്ടി ഒരു ആംബുലൻസ് തയ്യാറാണ്. ഫയർഫോഴ്സിൻ്റെ തന്നെ ആംബുലൻസ് ആണ്. ഈ രോഗികളായിട്ടുള്ള ആളുകളെ ആ വണ്ടിയിൽ നിന്നും, ട്രക്കിൽ നിന്നും ആംബുലൻസിലേക്ക് മാറ്റി സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ജോലികളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ കോട്ടയം ജില്ലയിലെ 1-ാം തീയതി വെളുപ്പിന് 2:30 തൊട്ട് നാളെ ഇതുവരെ കോട്ടയം ജില്ലയിലെ ഈ ഫ്ലഡിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി 474ഓളം പേര് കോട്ടയം ജില്ലയിലെ ജീവനക്കാരും
134ഓളം വരുന്ന അന്യ ജില്ലയിലെ ജീവനക്കാരും ഉൾപ്പെടെ 608ഓളം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സും 53 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സുമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കോട്ടയം ജില്ലയിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കോളുകൾ 6 മണി വരെയുള്ള 172 കോളുകളാണ്. 172 കോളുകളിൽ നിന്ന് ഞങ്ങൾ 1379ഓളം ജീവനുകളെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന ഈ ജീവനക്കാരാണ്, ഈ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ, ഈ സ്കൂബ ടീംസാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങളെക്കാൾ കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന ഇവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കാണ് അതിൻ്റെ വലിയ പാട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കല്ലുങ്കത്ര ഭാഗത്താണ്. അവിടെ ഒരു റെസ്ക്യൂ നടത്തിയതിന് ശേഷം വരുന്ന ടീമാണിത്. സാർ, ഇത് എവിടെയായിരുന്നു സാറേ പോയത്? കല്ലുങ്കത്ര പാലത്തിന് പള്ളിക്ക് ഓപ്പോസിറ്റുള്ള വീടാണ്. ഓപ്പോസിറ്റുള്ള വീടായിരുന്നു. അവിടെ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കുകയായിരുന്നു. ചേച്ചി, വീട്ടിൽ മൊത്തം വെള്ളമായിരുന്നു? വീട്ടിൽ മൊത്തം വെള്ളമായിരുന്നു. നാളെ എനിക്ക് കീമോ ചെയ്യാൻ പോകേണ്ട ദിവസമായിരുന്നു. അപ്പൊ അന്നേരം സാറന്മാര് വന്നിപ്പോ എന്നെ രാവിലെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് വന്ന് കൊണ്ടുപോവുക. പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന വലിയൊരു ടീമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയുമുണ്ട്. മഴ മാറി വെയിൽ വന്നാലും ഈ ഉദ്യോഗസ്ഥർക്ക് വിശ്രമമില്ല. അവിടെയും ചില പരിമിതികളുണ്ട്. അംഗബലവും ആധുനികവൽക്കരണവുമെല്ലാം ഇനിയും ഇവർക്ക് ആവശ്യമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.